വെൽക്കം ബാക്ക്. കെയർ ആൻഡ് മാനേജ്മെന്റ് ഓഫ് കാഫ് എന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗം, മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കെയർ ആൻഡ് മാനേജ്മെന്റ് എന്നത്. എല്ലാ ചോദ്യപേപ്പറിലും മിനിമം 5 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത്തവണ ഏതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും വരാൻ സാധ്യതയുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാം ഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഡീഹോണിംഗ് മെത്തേഡ്സ്, പിന്നെ കാസ്ട്രേഷൻ മെത്തേഡ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കെയർ ആൻഡ് മാനേജ്മെന്റിലെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡീഹോണിംഗ് ആൻഡ് കാസ്ട്രേഷൻ ഇൻ കാഫ്സ്. സാധാരണഗതിയിൽ പശുക്കുട്ടികളിൽ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഡീഹോണിങ്ങും കാസ്ട്രേഷൻ. കാസ്ട്രേഷൻ സാധാരണയായിട്ട് പശുക്കുട്ടികളിൽ അല്ല ചെയ്യുന്നത്, കാളക്കുട്ടന്മാരിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ രണ്ട് പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. രണ്ടും കാഫ് സ്റ്റേജിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആണ് ഡീഹോണിംഗ്. എന്താണ് ഡീഹോണിംഗ്? ഡീഹോണിംഗ് കൊമ്പിനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീഹോണിംഗ്. ഹോണിംഗ്, കൊമ്പിനെ ഇല്ലാതാക്കുന്ന പ്രോസസ് ഡീഹോണിംഗ്. പ്രധാനമായിട്ടും ഡീഹോണിംഗ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതെങ്കിലും സാധാരണയായിട്ട് നമ്മൾ പശുക്കുട്ടികളിൽ ചെയ്തു വരുന്നത് ഡിസ്ബഡിംഗ് ആണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നല്ലേ നോക്കൂ. Dehorning is process of removing the fully grown horns of livestock. Livestock animalsൽ, പ്രധാനമായിട്ടും കാറ്റിൽ, ഷീപ്പ്, ഗോട്ട് തുടങ്ങിയിട്ടുള്ള ആനിമൽസിൽ പ്രധാനമായിട്ടും എക്കണോമിക് റീസൺസ് കൊണ്ടും സേഫ്റ്റി റീസൺ കൊണ്ടുമാണ് നമ്മൾ ഡീഹോണിംഗ് ചെയ്യുന്നത്. അതായത് പരസ്പരം കുത്തുകൂടാതിരിക്കാനും അത് മൂലം മുറിവ് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഡീഹോണിംഗ് ചെയ്തു വരുന്നത്. സാധാരണ ഡീഹോണിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്ന അനിമൽസിലെ കൊമ്പുകളെ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. എന്നാൽ നമ്മൾ സാധാരണഗതിയിൽ കാഫ്സിൽ ചെയ്യുന്നത് ഡിസ്ബഡിംഗ് ആണ്. എന്താണ് ഡിസ്ബഡിങ്ങും ഡീഹോണിംഗ് തമ്മിലുള്ള വ്യത്യാസം? ഡിസ്ബഡിംഗ് എന്ന് പറയുമ്പോൾ ഹോൺ ബഡ്സിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നീട് അതിന്റെ ജീവചരിത്രത്തിൽ ഒരിക്കലും കൊമ്പ് മുളയ്ക്കുന്നേയില്ല. അപ്പൊ മുളയ്ക്കുന്ന ഹോൺ ബഡിനെ തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്ബഡിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 3 ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ ഡിസ്ബഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിരിക്കണം. എന്നാൽ പിന്നെ ഒരിക്കലും കൊമ്പ് മുളച്ച് വരുന്നില്ല. എന്നാൽ ഡീഹോണിംഗ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കൊമ്പിന്റെ നീളം കുറയ്ക്കാനും പരസ്പരം കുത്തുകൂടുന്നത് ഒഴിവാക്കാനും, കൂടാതെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അനിമൽസിന് തന്നെ ഉണ്ടാകുമ്പോഴും നമ്മൾ സാധാരണയായിട്ട് ഡീഹോണിംഗ് ചെയ്യാറുണ്ട്. എന്നാൽ ഡയറി കാഫ് എന്ന ഒരു കാറ്റഗറി എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പശുക്കുട്ടികളുടെ കൊമ്പിന്റെ ബഡ് തന്നെ കരിയിച്ചു കളയുന്ന പ്രോസസ്സാണ് സാധാരണയായിട്ട് ചെയ്തു വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീഹോണിംഗ് മുതിർന്ന പശുക്കളിൽ ആയിക്കോട്ടെ കാളകളിൽ ആയിക്കോട്ടെ ഡീഹോണിംഗ് എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും 10 ദിവസത്തിനുള്ളിൽ, പ്രസവിച്ച് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് ഡീഹോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ബഡിംഗ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രസവിച്ച് 10 ദിവസത്തിനുള്ളിൽ, 3 ആഴ്ചക്കുള്ളിൽ നിർബന്ധമായും ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്നു കഴിഞ്ഞ് കൊമ്പ് മുറിക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ വരാൻ, ആ ചിത്രത്തിൽ കാണുന്ന പോലെ ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഡിസ്ബഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ 10 ദിവസത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം ബ്ലീഡിംഗ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. പെയിൻ വേഗം മാറുകയും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും മുറിവ്. ഡീഹോണിംഗ് ചെയ്തതിനു ശേഷം കൃത്യമായിട്ടുള്ള പരിചരണം ലഭിച്ചില്ല എങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, ഈവൻ ബ്രെയിനിലേക്ക് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കാണുന്നു. ആയതിനാൽ പ്രസവിച്ചു കഴിഞ്ഞ് ഡീഹോണിംഗ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഡിസ്ബഡിംഗ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
സാധാരണഗതിയിൽ നമ്മൾ പശുക്കുട്ടികൾക്കാണ് ഡീഹോണിങ് അഥവാ ഡിസ്ബഡിങ് ചെയ്യുന്നത്. എന്നാൽ കാളക്കുട്ടന്മാർക്ക് അഥവാ മെയിൽ കാറ്റിൽസിന് സാധാരണഗതിയിൽ നമ്മൾ ഡീഹോണിങ് ചെയ്യാറില്ല. കാരണം കൊമ്പുകൾ അവർക്കൊരു അഴക് തന്നെയാണ് മെയിൽസിന്, അല്ലെ? കൊമ്പൻ എന്ന് പറയുന്ന ആനയ്ക്ക് നമ്മൾ കൊമ്പൻ എന്നാ പറയുക. അപ്പൊ ആനയുടെ കൊമ്പ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭംഗി ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് കാളക്കുട്ടന്മാർക്ക് ഭംഗി എന്ന് പറയുന്നത് കൊമ്പ് തന്നെയാണ്. പശുക്കുട്ടികൾക്കും അല്ലെങ്കിൽ കൗസിനും കൊമ്പ് ഭംഗി തന്നെയാണ്. എന്നാൽ നമ്മൾ കൺവീനിയൻസ് എന്ന കാര്യത്തിൽ നോക്കുമ്പോൾ ഒരു കൂട്ടം പശുക്കളെ ഒരുമിച്ച് വളർത്തുമ്പോഴൊക്കെ പലപ്പോഴും ഈ കൊമ്പുകൾ ഒരു പ്രശ്നമായി വരാം. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഡിസ്ബഡിങ് അഥവാ ഡീഹോണിങ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഓഫ് ഡീഹോണിങ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 5 പോയിന്റ്സ് ആണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പരസ്പരം നമുക്ക് കുത്തുകൂടി ഉണ്ടാവുന്ന ലോസ് നമുക്ക് തടയാം. പരസ്പരം പോരുകൊണ്ട് പരസ്പരം കുത്തി പരിക്കേൽക്കുന്നത് കൊണ്ടുള്ള മുറിവുകൾ വരാതിരിക്കാം. എളുപ്പത്തിൽ നമുക്ക് അവയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കൊമ്പുള്ള പശുക്കൾ വെച്ച് നോക്കുന്ന സമയത്ത് കൊമ്പില്ലാത്ത പശുവിന് ഡൊസൈലിറ്റി, മെരുക്കം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ എളുപ്പത്തിൽ മെരുക്കിയെടുക്കാൻ പറ്റും. പരസ്പരം ഹേർഡ് മീറ്റ്സ് തമ്മിലുള്ള കുത്തുകൂടൽ, ചെറിയ രീതിയിലുള്ള തട്ടൽ മുട്ടലൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. കൊമ്പ് ചെറുതാണെങ്കിലും ചെറിയ രീതിയിലുള്ള പോറൽ പോലും പലപ്പോഴും വലിയ മുറിവിലേക്കും തുടർന്നത് ഇൻഫെക്ഷനിലേക്കും ഒക്കെ കടക്കാം. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. കൂടാതെ നമ്മൾ അതിനെ ഹൗസിങ് ചെയ്യുമ്പോഴും ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ കൊമ്പില്ലാത്ത പശുക്കളാകുമ്പോൾ വളരെ നമുക്ക് സേഫ് ആയിട്ടും ഈസി ആയിട്ടും ഹാൻഡിൽ ചെയ്യാനും ഹൗസിങ് ചെയ്യാനും ട്രാൻസിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും വരികയും ചെയ്യുക. കൂടാതെ പരസ്പരം കുത്തുകൂടുന്ന സമയത്ത് കാർക്കസിൽ മുറിവ് പറ്റാനും ഒക്കെ സാധ്യതയുണ്ട്, അല്ലേ? സ്ലോട്ടർ ഹൗസിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ കുത്തുകൂടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്തായാലും കമ്പാരിറ്റീവ്ലി ഡയറി പർപ്പസ് കാറ്റിലിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഡീഹോണിങ് ചെയ്ത കാറ്റിൽസ് തന്നെയാണ് ഏറ്റവും നല്ലത്. പെരുമാറാൻ, ട്രാൻസിറ്റ് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ, മാനേജ്മെന്റ് ചെയ്യാൻ ഒക്കെ. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ഡീഹോണിങ്. പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ഡീഹോണിങ് മെത്തേഡ്സ് ആണ് നിലവിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ മെത്തേഡാണ് ഇലക്ട്രിക് ഡീഹോണർ എന്നത്. ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ ചൂടാക്കി കരിയിച്ച് കളയുന്ന രീതിയാണ് ഇലക്ട്രിക് ഡീഹോണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഹോട്ട് അയൺ ടൈപ്പ്, ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഹോട്ട് അയൺ ടൈപ്പ് ആയിട്ടുള്ള ഡീഹോണേഴ്സും ഉപയോഗിച്ചിരുന്നു. അടുത്ത മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. കെമിക്കൽ മെത്തേഡ് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. രണ്ടും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, കെമിക്കൽ മെത്തേഡ് ഓഫ് ഡീഹോണിങ്ങിൽ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ കെമിക്കലിന്റെ പേര് എന്താണ്? കോസ്റ്റിക് പൊട്ടാഷ്. എന്താണ്? കോസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്ന വസ്തുവാണ്, കെമിക്കലാണ് ഡീഹോണിങ്ങിന് വേണ്ടിയിട്ട് അഥവാ ഡിസ്ബഡിങ്ങിന് വേണ്ടിയിട്ട് കെമിക്കൽ മെത്തേഡ് ഓഫ് ഡീഹോണിങ്ങിൽ ഉപയോഗിക്കുന്നത് കോസ്റ്റിക് പൊട്ടാഷ്. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ഡീഹോണിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഡീഹോണിങ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പശുക്കുട്ടിയുടെ തലയുടെ ഇരുവശത്തുമായിട്ട് നമ്മൾ ഹോൺ ബഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ തലയുടെ മുകൾ വശത്തായി തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു പ്രൊജക്ഷൻ പോലെ കണ്ണിന് തൊട്ട് മുകളിലായിട്ട് 2 സൈഡ് വശത്തേക്കും പ്രൊജക്ഷൻ പോലെ ചെറിയൊരു വട്ടത്തിലുള്ളൊരു പ്രൊജക്ഷൻ പോലെ കാണും. അതാണ് ഹോൺ ബഡ്സ് എന്നത്. അതിൽ നിന്നുമാണ് ഹോൺസ് മുളച്ചു വരുന്നത്, പതിയെ പതിയെ പൊങ്ങി വരുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഹോൺ ബഡ് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് ചുറ്റുമുള്ള രോമം നല്ല രീതിയിൽ ട്രിം ചെയ്തെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അധികം പൊള്ളലേൽക്കാതിരിക്കാൻ കോസ്റ്റിക് പൊട്ടാഷ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, എങ്കിലും അവിടെ പൊള്ളലാണ് ഏൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അധികം പൊള്ളലേൽക്കാതിരിക്കാനായിട്ട് ഈ ഹോൺ ബഡിന് ചുറ്റും നമ്മൾ വാസലിൻ വാക്സ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. വാസലിൻ വാക്സ് നല്ല രീതിയിൽ ഹോൺ ബഡിന് ചുറ്റും രോമം വെട്ടിയതിനു ശേഷം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഈ കോസ്റ്റിക് പൊട്ടാഷ് നമുക്ക് ലഭിക്കുന്നത് സ്റ്റിക്ക് രൂപത്തിലാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്
ചെറിയ ചെറിയ ക്രിസ്റ്റൽ പോലെ രൂപത്തിലാണ്. ഇത് നമ്മൾ കെമിക്കൽ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ നമ്മൾ കാസ്റ്റിക് പൊട്ടാഷ് സ്റ്റിക്ക് അവൈലബിൾ ആണ്. അതായത് ഡിസ്ബഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റിക് പൊട്ടാഷ് സ്റ്റിക്ക്. നമ്മൾ ക്രയോൺസ് പോലെ കുറച്ച് കട്ടിയുള്ള സ്റ്റിക്ക്, നമ്മൾ കൂറ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലക്ഷ്മണരേഖയില്ല, അതുപോലത്തുള്ള സ്റ്റിക്ക് രൂപത്തിലാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ഈ സ്റ്റിക്കിനെ എടുത്തിട്ട് വേറൊരു പേപ്പറിൽ നല്ല രീതിയിൽ പൊതിഞ്ഞ് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് കൈകൊണ്ട് പിടിക്കരുത്, കാരണം കുറച്ചു നേരം പിടിക്കുമ്പോഴേക്കും അത് കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് റിയാക്ഷൻ വരും, നമ്മുടെ കൈയും പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഈ കാസ്റ്റിക് പൊട്ടാഷ് സ്റ്റിക്ക് പേപ്പറിൽ റോൾ ചെയ്തതിന് ശേഷം ഹോൺ ബഡിന്റെ മുകൾ വശത്തായിട്ട് പതിയെ റബ്ബ് ചെയ്ത് കൊടുക്കുക. പതിയെ നമ്മൾ പശ തേക്കില്ലേ, അതുപോലെ വട്ടത്തിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ കുറച്ചു നേരം സമയത്തേക്ക് നമ്മൾ പതിയെ റബ്ബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഹോൺ ബഡ് പതുക്കെ ഉരഞ്ഞ് പൊട്ടി അതിൽ നിന്നും ചെറിയ ചെറിയ ബ്ലഡ് ഡ്രോപ്സ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉരയ്ക്കുന്ന സമയത്ത് ആ ബ്ലഡ് വരുന്നവരെ ഹോൺ ബഡിന്റെ മുകളിലായിട്ട് ഈ കാസ്റ്റിക് പൊട്ടാഷ് സ്റ്റിക്ക് കൊണ്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹോൺ ബഡ് പൊട്ടി ചോര വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഹോൺസ് മുളയ്ക്കാതിരിക്കും. ഇതാണ് കെമിക്കൽ മെത്തേഡ് ഓഫ് ഡിസ്ബഡിങ് അഥവാ ഡീഹോണിങ് യൂസിങ് കാസ്റ്റിക് പൊട്ടാഷ്. നമ്മൾ ഡിസ്ബഡിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രിക്കോഷൻ ആൻഡ് കെയർ. ഈ ഡിസ്ബഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും തലയിൽ. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് ചുറ്റും നല്ല നീറ്റലുണ്ടാവും, ചെറിയ പ്രൊജക്ഷനും ബൾജൊക്കെ ഒക്കെ ഉണ്ടാവും. ചെറുതായിട്ട് നമുക്ക് ചൊറിയാൻ അല്ലെങ്കിൽ മാന്താനൊക്കെ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഇറിറ്റേഷൻ തലയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലെ കൈകൊണ്ട് തുടയ്ക്കാനുള്ള ഒരു അവസരം ഒരിക്കലും അല്ലെങ്കിൽ പശുക്കുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്ന സമയത്ത് തല പോയിട്ട് ചുമരിലൊക്കെ ഇട്ട് ഉരയ്ക്കാനൊക്കെ ഉള്ള ടെൻഡൻസി എപ്പോഴും പശുക്കുട്ടികൾ കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് കുറച്ച് ദിവസത്തേക്ക് പശുക്കുട്ടികളെ ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക. കൂടാതെ ഈ നമ്മൾ കാസ്റ്റിക് പൊട്ടാഷ് ഉരയ്ക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ ഒരിക്കലും നമ്മളൊരു സുപ്രഭാതം പോലെ ചെയ്യരുത്. കുറച്ച് കാലത്തെ നിരീക്ഷണം, കുറച്ചു കാലത്തെ പരിചയം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്ബഡിങ്, ഈ കെമിക്കൽ ഉപയോഗിച്ചുള്ള ഡിസ്ബഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് വളരെ എളുപ്പം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഹോൺ ചെക്ക് പേസ്റ്റ് എന്ന് പറയുന്ന സിറിഞ്ച് രൂപത്തിലുള്ള പേസ്റ്റ് രൂപത്തിലുള്ള കാസ്റ്റിക് പൊട്ടാഷ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഹോൺ ബഡിന്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് കുറച്ചു നേരം തേച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൺ ബഡ് പൊട്ടി ചോര വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പേസ്റ്റ് രൂപത്തിലുള്ള ഡിസ്ബഡിങ് ക്രീംസും നമുക്ക് ലഭ്യമാണ്. എന്തുപയോഗിക്കുകയാണെങ്കിലും പ്രോപ്പർ കെയറിങ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കൂടാതെ ഇതിൽ ഇൻഫെക്ഷൻ ഇതിലേക്ക് ഈച്ച വന്നിരുന്നിട്ട് മുട്ട ഇട്ട് പെരുകി അത് പുഴുവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സ്പ്രേ, ഇൻസെക്ട് റിപ്പലൻറ്റ് സ്പ്രേസ് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതും ആണ്. നല്ല രീതിയിൽ പരിചരണം ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഡിസ്ബഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ആ മുറിവൊക്കെ ഉണങ്ങി നല്ല കുട്ടപ്പനായിട്ട് വരികയും ചെയ്യും. ഇലക്ട്രിക് ഡീഹോണിങ്. അടുത്ത മെത്തേഡാണ് ഇലക്ട്രിക് ഡീഹോണിങ് എന്നത്. പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലാത്ത സമയത്ത് ഇത് നമ്മൾ ഹോട്ട് അയൺ ബ്രാൻഡിങ് ചെയ്യുന്ന പോലെ തന്നെ ചൂടാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാറാണ് ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി കുറച്ചുകൂടെ എളുപ്പമായിരിക്കുന്നു ഡീഹോണിങ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വലിയ പശുക്കളിലും കുറച്ച് വലിയ ഏകദേശം ഒരു മാസം പ്രായമായ പശുക്കുട്ടികളിലൊക്കെ നമുക്ക് ഇലക്ട്രിക് ഡീഹോണിങ് കൊണ്ടുള്ള ഡീഹോണിങ് മെത്തേഡ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക് ഡീഹോണിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് ഇലക്ട്രിക് ഡീഹോണർ എന്നത്. ഇത് ഒരു ഹോളോ ട്യൂബാണ് ഉണ്ടാവുക. അയൺ മെയ്ഡ് ചെയ്തിട്ടുള്ള ട്യൂബാണ് ഉണ്ടാവുക. ഇതിലിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും അതിൽ കോയിൽ ഉണ്ടാവും. ഈ കോയിൽ ചൂടാവുന്ന സമയത്ത് ടെമ്പറേച്ചർ ഈ ഹോളോ ട്യൂബുലർ അയൺ പീസിലേക്ക് വരികയും അതുപയോഗിച്ച് കൃത്യമായിട്ടൊരു ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയാണ് സാധാരണഗതിയിൽ ഡീഹോണിങ് ചെയ്യുന്നത്. അപ്പോൾ ഡീഹോണിങ്ങിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 1000 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്.
അതായത് 537.7 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇലക്ട്രിക് ഡീഹോണിങ് ചെയ്യുമ്പോൾ വരുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 1000 ഡിഗ്രി ഫാരൻഹീറ്റ്, 537.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഡിവൈസ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, വിത്തിൻ സെക്കൻഡ്സ് പതിയെ പതിയെ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹോൺ ബഡ് ഇങ്ങനെ കരിക്കുന്ന സമയത്ത് അടർന്ന് താഴത്തേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത്. ചൂടുള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് വെസൽസും ഒപ്പം കരിയുന്നത് കൊണ്ട് പിന്നീട് ബ്ലീഡിംഗ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. ഇന്റർമിറ്റന്റ് ആപ്ലിക്കേഷൻസ് വഴി, അതായത് ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ വെച്ചെടുത്ത രീതിയിൽ, സാധാരണഗതിയിൽ എങ്ങനെയാണോ ബ്രാൻഡിങ് ചെയ്യുന്നത് അതുപോലെ ഒരു പ്രാവശ്യം വെക്കുന്നു, എടുക്കുന്നു, വീണ്ടും വെക്കുന്നു, എടുക്കണം, അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഇന്റർമിറ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹോൺ ബഡ്സ് പൂർണ്ണമായിട്ട് കരിഞ്ഞ് പൊഴിഞ്ഞ് പോകുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസിൻഫെക്റ്റന്റ് സ്പ്രേയും ഇൻസെക്ട് റിപ്പലന്റ് സ്പ്രേയും സമയാസമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് കരിയുകയും പിന്നീട് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. 2 പ്രൊസീജിയറും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് നമ്മൾ നിർബന്ധമായും ചെയ്യണം. മറ്റു ശരീരഭാഗങ്ങളിലേക്ക് മുറിവ് ഏൽക്കാതിരിക്കാനുള്ള പരിശീലനം നമ്മൾ നിർബന്ധമായും നമ്മൾക്ക് കിട്ടിയിരിക്കണം. കൂടാതെ നല്ലൊരു പരിശീലനം ലഭിച്ച വ്യക്തിക്ക് മാത്രമേ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും പരിചരണം കൊടുക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. ഡീഹോണിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ്, പക്ഷെ നല്ല രീതിയിൽ സ്കിൽ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഡീഹോണിങ് എന്നത്. അടുത്ത പ്രോസസ്സാണ് കാസ്ട്രേഷൻ. കാസ്ട്രേഷൻ അഥവാ ഉടയ്ക്കൽ പ്രക്രിയ എന്ന് പറയുന്ന വന്ധീകരണമാണ് കാസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ബുൾസിലാണ് കാസ്ട്രേഷൻ ചെയ്യുന്നത്, മെയിൽ കാഫിലാണ് ഇത് ചെയ്യുന്നത്. കാസ്ട്രേഷന്റെ ഡെഫിനിഷൻ നോക്കൂ, പരീക്ഷയ്ക്ക് ചോദിക്കാം. Castration is the process by which a male animal is made sterile by mechanical or surgical means. മെക്കാനിക്കൽ രീതിയായിട്ടോ സർജിക്കൽ രീതിയായിട്ടോ നമ്മൾ ഒരു ആൺ മൃഗത്തിനെ സ്റ്റെറൈലാക്കുക, വന്ധീകരിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാസ്ട്രേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു എക്സ്പ്ലനേഷൻ ആണ്, കാസ്ട്രേഷൻ ഓഫ് എ ബുൾ ഓർ മെയിൽ കാഫ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ടെസ്റ്റിക്കിൾസ്. ടെസ്റ്റിക്കിൾസിനെ റിമൂവ് ചെയ്യുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യുന്ന രീതിയാണ് കാസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കാസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന അനിമൽസിനെ പറയുന്ന പേരാണ് സ്റ്റീർ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റീർ എന്ന് വെച്ചാൽ എന്താണ്? കാസ്ട്രേറ്റഡ് മെയിൽ റേസ്ഡ് ഫോർ ബീഫ്. ഇറച്ചി ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ധീകരിച്ച ആൺ അനിമലിനെയാണ്, ആൺ കാളകളെയാണ് സ്റ്റീർ എന്ന് പറയുന്നത്. മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വന്ധീകരിച്ച ആൺ പശുക്കുട്ടികളെയാണ് കാളക്കുട്ടികളെയാണ് സ്റ്റീർ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെയാണ് കാസ്ട്രേഷൻ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. 5 ഉദ്ദേശങ്ങൾ പറയുന്നു. പ്രധാനമായിട്ടും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, കാസ്ട്രേഷൻ സാധാരണയായിട്ട് ചെയ്യുന്നത് ഡ്രോട്ട് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കാളകളെ വളർത്തുവാൻ ഉദ്ദേശിക്കുമ്പോഴും മീറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ കാളക്കുട്ടന്മാരെ വളർത്തുമ്പോഴുമാണ് കാസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആവശ്യമായിട്ട് വരുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാതെയാക്കി വളർത്തുന്ന രീതിയാണ് കാസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി നമുക്ക് ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടും എളുപ്പം കൈകാര്യം ചെയ്യാനും നമുക്ക് കാളക്കുട്ടന്മാരെ സാധിക്കുന്നു. കാസ്ട്രേറ്റ് ചെയ്തൊരു ബുള്ളിനെയും കാസ്ട്രേറ്റ് ചെയ്യാത്തൊരു ബുള്ളിനെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കാസ്ട്രേറ്റ് ചെയ്ത ബുൾസിനെ ഹാൻഡിൽ ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ എളുപ്പം, അവരായിരിക്കും കുറച്ചുകൂടെ മെരുക്കം കാണിക്കുന്നതും. കൂടാതെ കാസ്ട്രേറ്റ് ചെയ്ത ബുള്ളും കാസ്ട്രേറ്റ് ചെയ്യാത്ത ബുള്ളും തമ്മിൽ നമ്മൾ വളർത്തുന്ന സമയത്ത് എളുപ്പത്തിൽ വെയിറ്റ് ഗെയിൻ വരുന്നത് കാസ്ട്രേറ്റ് ചെയ്ത ബുൾസിനായിരിക്കും. കൂടാതെ വന്ധീകരിച്ച അഥവാ ഉടച്ച കാളയുടെ ഇറച്ചിക്കാണ് കൂടുതൽ ടേസ്റ്റും നല്ല സ്മൂത്ത് ആയിട്ടുള്ള മീറ്റിനുള്ള ടേസ്റ്റും സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നും ഒക്കെ ലഭിക്കുന്നത് ഇങ്ങനെ കാസ്ട്രേഷൻ ചെയ്ത ബുൾസിനാണ്.
കൂടാതെ മറ്റൊരു സാഹചര്യത്തിലും കൂടെ നമ്മൾ കാസ്ട്രേഷൻ ചെയ്യാറുണ്ട്. ടെസ്റ്റിക്കുലർ ക്യാൻസർ വരുന്ന സമയത്തും കാസ്ട്രേഷൻ ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ടും വന്ധീകരിക്കുക അഥവാ കാസ്ട്രേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബുൾസിനെ നമ്മൾക്ക് മെരുക്കാൻ സാധിക്കുന്നു, നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു, വർക്ക്സിന് വേണ്ടിയിട്ട് നമുക്ക് കാളകളെ ഉപയോഗിക്കാനും കാസ്ട്രേഷൻ ഒരു മസ്റ്റ് ആണ്. ബെസ്റ്റ് ടൈം ഫോർ കാസ്ട്രേറ്റിംഗ്. കാസ്ട്രേഷൻ ചെയ്യുന്നതും നമ്മൾ പറഞ്ഞ പോലത്തെ ഡീഹോണിങ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ അധികം വേദന ഇല്ലാതെ നമുക്ക് കാസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. മാംസത്തിന് വേണ്ടിയാണ് നമ്മൾ കാളക്കുട്ടന്മാരെ വളർത്തുന്നതെങ്കിൽ ഏകദേശം 8 മുതൽ 10 ആഴ്ച പ്രായമാകുമ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം, കാസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ്. 8 മുതൽ 10 ആഴ്ച ആകുമ്പോഴേക്കും കാസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. ഏർലി കാസ്ട്രേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മസ്കുലാർ ഡെവലപ്മെന്റ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് ആനിമൽസിനെയാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ, അഥവാ ഡ്രോട്ട് പർപ്പസ് ആനിമൽസിനെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഏകദേശം 2 മുതൽ 3 വയസ്സ് പ്രായമാകുമ്പോൾ കാസ്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ കാസ്ട്രേറ്റ് ചെയ്യാൻ പാടില്ല. കാര്യമായിട്ടുള്ള മസിൽ ഡെവലപ്മെന്റും ഇതൊക്കെ നടക്കണമെങ്കിൽ ടെസ്റ്റിസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ആവശ്യമാണ്. സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താൽ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡ്രോട്ട് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2 മുതൽ 3 വയസ്സ് ആയതിനു ശേഷം കാസ്ട്രേറ്റ് ചെയ്യുക. എന്നാൽ മീറ്റ് പർപ്പസ് ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ 8 മുതൽ 10 ആഴ്ചയാകുമ്പോൾ കാസ്ട്രേറ്റ് ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കാസ്ട്രേഷൻ. പ്രധാനമായിട്ടും 3 രീതിയിലാണ് കാസ്ട്രേഷൻ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് സർജിക്കൽ മെത്തേഡ്. സാധാരണയായിട്ട് അധികം ചെയ്യാത്തൊരു രീതിയാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കാസ്ട്രേഷൻ യൂസിങ് ബർഡിസോ കാസ്ട്രേറ്റർ. കാസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിന്റെ പേരാണ് ബർഡിസോ കാസ്ട്രേറ്റർ. പരീക്ഷയ്ക്ക് ചോദിക്കാം, എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ കാസ്ട്രേഷൻ ബർഡിസോ കാസ്ട്രേറ്റർ. അടുത്തതാണ് യൂസിങ് റബ്ബർ റിംഗ്. അപ്പോൾ ആദ്യത്തേത് സർജിക്കൽ മെത്തേഡ്, രണ്ടാമത്തേത് യൂസിങ് ബർഡിസോ കാസ്ട്രേറ്റർ, മൂന്നാമത്തേത് യൂസിങ് റബ്ബർ റിംഗ്, ഇലാസ്ട്രേറ്റർ എന്നൊക്കെ വിളിക്കും. ആദ്യത്തെ മെത്തേഡാണ് സർജിക്കൽ റിമൂവൽ. ഇവിടെ സർജറിയിലൂടെ, ഓപ്പൺ സർജറിയിലൂടെ ടെസ്റ്റിസ് റിമൂവ് ചെയ്യുന്നു. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള എവിഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു സർജിക്കൽ മെത്തേഡ് ഓഫ് കാസ്ട്രേഷൻ ചെയ്യുന്നത്. ഇത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും, പ്രോപ്പർ ആയിട്ടുള്ള പരിചരണവും ഒക്കെ ആവശ്യമുള്ള ഒരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഒരു രീതി അധികം ആരും പിന്തുടരാറില്ല. മെത്തേഡാണ് കാസ്ട്രേഷൻ യൂസിങ് ബർഡിസോ കാസ്ട്രേറ്റർ. ചിത്രത്തിൽ കാണുന്ന എക്യുപ്മെന്റ് ആണ് ബർഡിസോ കാസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 2 സൈസിൽ ലഭ്യമാണ്, ചെറുതും വലുതും. വളരെ ചെറിയ പ്രായത്തിൽ കാഫിനെ നമ്മൾ കാസ്ട്രേഷൻ ചെയ്യുമ്പോൾ ചെറിയ കാസ്ട്രേറ്ററും, അതേപോലെ തന്നെ ആടിനൊക്കെ ആണെങ്കിൽ ചെറിയ കാസ്ട്രേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ വലിയ ബുൾസിനാണെങ്കിൽ വലിയ ബർഡിസോ കാസ്ട്രേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പല മെറ്റീരിയൽസ് കൊണ്ടുള്ള ബർഡിസോ കാസ്ട്രേറ്റർ നമുക്ക് ലഭ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബർഡിസോ കാസ്ട്രേറ്റർ ആണ്. വളരെ പണ്ട് കാലത്ത് ഇരുമ്പ് കൊണ്ടും പിന്നീട് മറ്റ് ലോഹങ്ങളായിട്ടുള്ള ചെമ്പ് കൊണ്ടും കോപ്പർ കൊണ്ടും ഒക്കെയുള്ള ബർഡിസോ കാസ്ട്രേറ്റർ ലഭ്യമാണ്. ഈ ബർഡിസോ കാസ്ട്രേറ്റർ കൊണ്ടുള്ള കാസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ബ്ലഡ്ലെസ് കാസ്ട്രേഷൻ ആണ്. അതായത് കാസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചോര പുറത്തേക്ക് വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു പ്രോസസ് വഴി ക്രഷിംഗ് ആണ് നടക്കുന്നത്. എന്തിന്റെ ക്രഷിംഗ് ആണ്? സ്പെർമാറ്റിക് കോഡ്, അതായത് ടെസ്റ്റിസിലേക്ക് സ്ക്രോട്ടത്തിൽ നിന്നും ടെസ്റ്റിസ് കാണാം അല്ലെ, സ്ക്രോട്ടത്തിലാണ് ടെസ്റ്റിസ് കാണുന്നത്. ടെസ്റ്റിസിൽ നിന്നുള്ള സ്പേംസിനെ ക്യാരി ചെയ്യുന്ന 2 കോഡുകളാണ് സ്പെർമാറ്റിക് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പെർമാറ്റിക് കോഡിനെ ക്രഷ് ചെയ്യാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ടെസ്റ്റിസും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന മെയിൻ കണക്ഷനാണ് സ്പെർമാറ്റിക് കോഡ് എന്ന് പറയുന്നത്. ഈ സ്പെർമാറ്റിക് കോഡ്
ക്രഷ് ചെയ്യുന്നു. നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലത്തെ ഇത് കട്ടിംഗ് പ്ലെയർ പോലത്തെ ഒരു സംഭവമാണ്. ഇതിനിടയിൽ സ്ക്രോട്ടം വെച്ച് ചിത്രത്തിൽ കാണുന്ന പോലെ വെച്ചിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്പെർമാറ്റിക് കോഡ് കട്ടായി പോവുക. കട്ടായി പറഞ്ഞാൽ ക്രഷ് ആയി പോകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഉണ്ടാക്കപ്പെടുന്ന സ്പേംസ് പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ടെസ്റ്റിസിലേക്ക് വരാത്തതിനാൽ പിന്നീട് സ്പേം ഫോർമേഷനും ഇല്ലാതെ ഇരിക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് കാസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബർഡിസോ കാസ്ട്രേറ്റർ കൊണ്ടുള്ള കാസ്ട്രേഷന്റെ പ്രത്യേകത ഇതൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ബ്ലഡ്ലെസ് കാസ്ട്രേഷൻ ആണ്. രക്തം പുറത്തേക്ക് വരുന്നില്ല. ഓപ്പൺ വൂണ്ട് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ബ്ലഡ് വെസൽസ് ആണ് ഇതുവഴി കട്ടായി പോകുന്നത് അല്ലെങ്കിൽ ചതഞ്ഞു പോകുന്നത്. സ്വാഭാവികമായിട്ടും സ്പെർമാറ്റിക് കോഡിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരികയും ടെസ്റ്റിസ് പതിയെ നശിച്ചു പോവുകയും ഡെഡായി പോവുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് അവിടെ സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. സ്പെർമാറ്റിക് കോഡ് നമ്മൾ പറഞ്ഞു ക്രഷ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 2 സ്പോട്ടിൽ കൃത്യമായിട്ടുള്ള ക്രഷിംഗ് നടന്നാൽ മാത്രമേ ആ പ്രോപ്പർ റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 2 സ്പോട്ട് കൃത്യമായി കണ്ടെത്തി, 2 സ്പെർമാറ്റിക് കോഡും കൃത്യമായി കണ്ടെത്തി നല്ല രീതിയിൽ ക്രഷിംഗ് നടന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം നല്ല ഒരു നീർക്കെട്ട് പോലെ വരും. പിന്നീട് ഏകദേശം 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ ആ മുറിവെല്ലാം മാറി നീർക്കെട്ടെല്ലാം മാറി നോർമൽ സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. അപ്പോഴേക്കും സ്പെർമാറ്റിക് കോഡിന്റെ ഭാഗം ക്രഷ് ചെയ്യുകയും പിന്നീട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരിക്കുകയും ടെസ്റ്റിസിനകത്തേക്ക് സ്പേം പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അടുത്ത മെത്തേഡാണ് കാസ്ട്രേഷൻ യൂസിങ് റബ്ബർ റിംഗ് ഓർ ഇലാസ്ട്രേറ്റർ. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ സ്പെർമാറ്റിക് കോഡ് നിങ്ങൾക്ക് കാണാം. കൂടാതെ ഇലാസ്റ്റിക് റിംഗ് ഇട്ടിരിക്കുന്നത് കാണാം, സ്ക്രോട്ടവും കാണാം. അപ്പൊ സ്പെർമാറ്റിക് കോഡിന്റെ തുടക്ക ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് റിംഗ് അഥവാ റബ്ബർ റിംഗ് ഇട്ടുകൊടുത്ത് ക്രഷ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് കാസ്ട്രേഷൻ യൂസിങ് റബ്ബർ റിംഗ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇലാസ്ട്രേറ്റർ എന്ന് പറയുന്ന താഴെ കാണുന്ന നീല നിറത്തിൽ കാണുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന വട്ടത്തിൽ വളയം പോലെ കാണുന്നില്ലേ ഓറഞ്ച് കളറ്, ഒരു റബ്ബർ ബാൻഡ് പോലത്തെ കട്ടിയുള്ള ഒരു റബ്ബർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വസ്തുവാണ്. വളരെ ബലമുള്ള ഒരു വസ്തുവാണ് ഇത്. വളരെ ഏർലി സ്റ്റേജിൽ കാഫിൽ ഇലാസ്ട്രേറ്ററിന്റെ സഹായത്താൽ ഇങ്ങനെ നമുക്ക് ഒരു ചെറിയ റിംഗ് അല്ലേ കണ്ടോ, ഇത് നമ്മൾ ഈ ഇലാസ്ട്രേറ്റർ ഉപയോഗിച്ച് നമുക്കതിനെ വികസിപ്പിച്ച് ടെസ്റ്റിക്കിളുടെ ടെസ്റ്റിസിന്റെ തൊട്ട് മുകളിലായിട്ട് ഇത് അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, ഇത് അവിടെ ഒരു പ്രഷർ സ്വാഭാവികമായിട്ടും വരും. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് സ്പേംസ് ഡെവലപ്പ് ചെയ്യാതെ വരികയും, അതെന്തുകൊണ്ടായിരിക്കും ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും സ്ക്രോട്ടത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്താതിരിക്കുകയും ടെസ്റ്റിസ് ചുരുങ്ങി ഡിസ്ഫങ്ഷനിങ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പിന്നീട് ടെസ്റ്റിസിൽ വേറെ ഫങ്ഷൻസ് ഒന്നും നടക്കാത്തതിനാൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നു. വളരെ ചെറുപ്പത്തിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കാളക്കുട്ടന്മാരെ വളർത്തുമ്പോഴാണ് സാധാരണഗതിയിൽ ഇലാസ്ട്രേറ്റേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നത്. കാസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വളരെ ചെറിയ പ്രായത്തിലും കൂടാതെ മുതിർന്ന കാളക്കുട്ടന്മാരിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അത്രയുമാണ് കാസ്ട്രേഷൻ മെത്തേഡ്സ് ആൻഡ് ഡീഹോണിങ്. എപ്പോഴും ഈ ഭാഗത്ത് നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.